ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിപഞ്ചികയുടെ അമ്മ ശൈലജ UAE-യിലെത്തി. മകളുടെയും കൊച്ചുമകളുടെയും മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള തുടർ നടപടികൾക്കായാണ് അമ്മ ഷാർജയിലെത്തിയത്. വിപഞ്ചികയുടെ സഹോദരൻ വിനോദ് ഇന്ന് വൈകുന്നേരം കാനഡയിൽ നിന്ന് ഷാർജയിലെത്തും. ഷിനോജ് ഷംസുദ്ദീൻ ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷിനോജ്, ഈ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായോ? ജിംസ്, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയും 1.5 വയസ്സുള്ള മകൾ വൈഭവിയും ദുരൂഹ സാഹചര്യത്തിൽ ഷാർജയിൽ മരിച്ചത്. ഇതിൽ വിഭജിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നതിനായി ഭർത്താവ് നിതിൻ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ വൈഭവിയുടെ മൃതദേഹം UAE-യിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഈ പിതാവ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ വിഭജിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ വിട്ടുകിട്ടണം, രണ്ടുപേരുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണം എന്നാണ്. ഇതിന് UAE-യിലെ കോടതി പരിഗണിക്കുക രക്തബന്ധുക്കളുടെ അപേക്ഷയാണ് ഇക്കാര്യത്തിൽ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് പരിഗണിക്കുക. അപ്പോൾ സ്വാഭാവികമായും പിതാവിന്റെ അഭ്യർത്ഥനയായിരിക്കും ഇവിടുത്തെ കോടതി പരിഗണിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു രക്തബന്ധു നാട്ടിൽ നിന്ന് എത്തേണ്ടതുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിഭജികയുടെ അമ്മ ഷാർജയിലെത്തിയിട്ടുള്ളത്. ഇന്ന് അവർ കോടതിയെ സമീപിക്കും. അതേപോലെ തന്നെ ഈ മരണത്തിൽ നിലനിൽക്കുന്ന ദുരൂഹത അകറ്റണം എന്നാവശ്യപ്പെട്ടും ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടും കോടതിയെ സമീപിക്കും എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വിഭജികയുടെ സഹോദരൻ വിനോദ് ഇന്ന് കാനഡയിൽ നിന്ന് ദുബൈയിൽ എത്തുന്നുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു നിയമ പോരാട്ടം നടത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് തന്നെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അജിംസ്. ശരി ഷിനോജ്.